ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. പ്രിയ കലാശ്രയികളെ, നിങ്ങൾക്കേവർക്കും ഞങ്ങളുടെ ഈ എളിയ കലാപരിപാടിയിലേക്ക് സ്വാഗതം. ഇനി വേദിയിലെത്തുന്നവരെ നിങ്ങൾക്കായി ഞാൻ പരിചയപ്പെടുത്തുകയാണ്. തട്ടുകടക്കാർ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ചേർന്നൊന്ന് കൈയടിച്ച് ആദ്യം തന്നെ. അപ്പോൾ നമുക്ക് വേണ്ട ഇന്ധനം ഇതാണ്. ഒരു വണ്ടി ഓടണമെങ്കിൽ, ഒരു യമഹ ബൈക്ക് ഓടണമെങ്കിൽ അതിൽ പെട്രോൾ വേണം. ഞങ്ങളുടെ പെട്രോൾ എന്ന് പറഞ്ഞാൽ കയ്യടിയും ചിരിയൊക്കെയാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കണം. ഇനി വേദിയിൽ എത്തുന്നവരെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. സവാരി ഗിരിഗിരിയിൽ ഞങ്ങൾ കണ്ടെത്തിയ ഒരു അത്ഭുത താരമാണ് അദ്ദേഹം. നിങ്ങളുടെ മുമ്പിൽ ഒത്തിരി മാന്ത്രിക പ്രകടനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നടത്തും. മാജിക് അല്ല, മിമിക്രിയുടെ തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു മിമിക്രി ആർട്ടിസ്റ്റ് മാത്രമല്ല, ഇപ്പോൾ സ്വപ്നങ്ങൾ എന്ന പേരുള്ള ഒരു ആൽബം സംഗീത സംവിധാനം ചെയ്ത് റിലീസാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു മിസ്റ്റർ കൊല്ലം സുനിൽ. ഇനി എൻ്റെ കടയിലൊരു ചായ ഉണ്ടാക്കുന്ന ഒരാളുണ്ട്. അതിന് ഇത്രയും ലൈറ്റ് പോരാ അവന്. അതിനുവേണ്ടി ഞങ്ങൾ എക്സ്ട്രാ ലൈറ്റ് ഇവിടെ വടക്കനോട് പറഞ്ഞിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ അവനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുകയാണ്. മിസ്റ്റർ ബിജുകുട്ടൻ. വെൽക്കം മിസ്റ്റർ ബിജുകുട്ടൻ. അയ്യേ, ഇവനെന്തിട്ടാക്കണേ? ഇതൊരു സ്റ്റാൻഡേർഡ് യമഹയുടെ ഒരു സ്റ്റാൻഡേർഡ് പ്രോഗ്രാമാണ്. അപ്പൊ സ്റ്റാൻഡല്ലേ യമഹയുടെ സ്റ്റാൻഡേർഡ് പ്രോഗ്രാമാണെന്ന്. മുണ്ടഴിച്ചിട്ട് എടാ, മുണ്ടച്ചിടാൻ ആൾക്കാർ അങ്ങനെയല്ല, മുണ്ടിലെ മടക്കി കുത്തയച്ചിടാൻ എന്ത് വൃത്തിയാണ് കാണിക്കണേ? മുണ്ടിന്റെ കുത്തയച്ചിടാനാ ഞാൻ പറഞ്ഞത്. അതെ, നമ്മളിവിടെ ഒരു ചായക്കട, 5 സ്റ്റാർ ചായക്കട തുടങ്ങാൻ പോകണം. ഒരു തട്ടുകടയിൽ ഒരു ഒറിജിനൽ സ്റ്റാർ കട. കണക്കുമായി ബന്ധപ്പെട്ട നീ കണക്കും കൂടി നോക്കേണ്ടി വരും. കണക്ക് ഞാൻ എഴുതി കുറിച്ച് നമ്മൾ ശരിയാക്കാം. അതപ്പോ ശ്രദ്ധിച്ച് കേൾക്കുക. കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ നിന്നെ ഇവിടെ നിർത്താം. ഓക്കെ. 8ന്റെ 10ന്റെ ഇടയിൽ നിന്നുള്ളൊരു സംഖ്യ പറയുക. 8ന്റെ 10ന്റെ ഇടയിൽ. അയ്യോ, എടേന്ന് ചോദിച്ചാൽ പറയാൻ പറ്റൂല. എടേന്ന് ചോദിച്ചാൽ ആക്കും പറയാൻ പറ്റും. ചോദിച്ചോ കാരണം ചോദിച്ചു, എടേന്ന് ചോദിച്ചാൽ പറയാൻ. നീ ചോദിച്ചോ, ഞാൻ പറയല്ല. മുതലാളിക്കുന്നല്ല, ആക്കും പറയാൻ പറ്റൂല. നീ ചോദിച്ചോ, ഞാൻ പറയാന്ന്. ഞാൻ എടേന്ന് ചോദിച്ചിട്ടെ. 1ന്റെയും 2ന്റെയും അടക്കുന്ന ഒരു സംഖ്യ പറ. അത് വേണ്ട, അത് വേണ്ട. ഇനി കുറച്ച് കടുങ്കഥകൾ ചോദിക്കാണ്. ജനറൽ നോളജ് ആണ്. അതെ, അപ്പൊ കൃത്യമായിട്ട് ഉത്തരം പറയുക. ഇത് പറഞ്ഞാലേ എനിക്ക് ഇവിടെ ചാൻസ് ഉള്ളൂ. ഇത്രയും ചായ അടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ ശരിയല്ലേട്ടാ. ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധിച്ച് ഉത്തരം പറയാ. ഞെട്ടില്ല വട്ടയില്ല. ചപ്പാത്തി, നെയ്റോസ്റ്റ്, ഊത്തപ്പം, കോലപ്പം, മസാല ദോശ, ഉണ്ടംപൊരി, പപ്പടം. എന്റെ നാവിന്റെ തുമ്പത്ത് വന്നാണ് അപ്പോഴേക്കും സാറ് കയറി. ഒരെണ്ണം കൂടി ചോദിക്കാം. മുറ്റത്ത് ചെപ്പിന് അടപ്പില്ല. കക്കൂസ. അയ്യോ, അല്ല അതങ്ങനെ എന്റെ വീടിന്റെ കാര്യം പറഞ്ഞു. നിന്റെ വീട്ടിലെ കാര്യമല്ല അറിയേണ്ടത്. നീ മുറ്റത്ത് ചെപ്പിന് അടപ്പില്ല, കിണർ എല്ലാവർക്കും അറിയാൻ പറ്റില്ലേ? എന്റെ നാവിന്റെ തുമ്പത്ത് വന്നതാ. ചോദ്യങ്ങൾ നിങ്ങളുടെ ചോദിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം. ആ ബിജുക്കുട്ടന്റെ അടുത്ത് ചോദിച്ച പോലത്തെ തറ ചോദ്യങ്ങൾ എന്റെ അടുത്ത് സ്റ്റാൻഡേർഡ് പ്ലീസ്. ഹോളിവുഡില് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിവുണ്ടോ? അവിടുത്തെ കുറിച്ച് കാര്യങ്ങൾ അറിയോ? അത്യാവശ്യം അറിവൊക്കെ ഉണ്ട്. അവിടുത്തെ ആൾക്കാരെ കണ്ടോ? വാൻഡാം, സിൽവസ്റ്റർ സ്റ്റാലോണൊക്കെയാണ്. അതായിക്കോട്ടെ, അപ്പൊ അത്ര ഉയരം കാര്യങ്ങളൊക്കെ പൊക്കത്തിന്റെ കാര്യമാണോ പറഞ്ഞു വരുന്നത്? പൊക്കത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, മനസ്സിലായില്ലേ? ഹിറ്റ്ലർ വളരെ ചെറുതല്ലായിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ അവന്റെ 6 അടി എന്താണ്? വലിപ്പത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, മനസ്സിലായില്ലേ? അതിനകത്ത് യാതൊരു കാര്യമില്ല. എത്ര വലിയ ആളുകളുടെ മുമ്പിൽ എത്ര ചെറിയ ആളുകൾ ഈ വലിയ ആളുകളെ നട്ടൽ വളപ്പിച്ചിരിക്കുന്നു. ഒരിക്കലും ഉണ്ടാവില്ല. പൊക്കം കുറഞ്ഞുള്ള മുന്നിൽ നട്ടൽ വളച്ചിട്ടില്ലെന്നാണ്. ഉറപ്പാണോ? ഞാൻ ചോദിക്കട്ടെ, കറക്റ്റ് ആയിട്ട് പറയുമോ? ഇപ്പൊ നീ എന്റെ മുന്നിൽ നട്ടൽ വളച്ചില്ലേ? മനസ്സിലായി. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഹോളിവുഡ് അമേരിക്കയിലാണ്. അമേരിക്കക്കാര് സസ്യബുക്കാണോ അതോ മാംസബുക്കാണോ? ചോദ്യമാണോ? അതെ. അല്ല, അവിടുത്തെ കാര്യങ്ങൾ അറിയണ്ടേ? അമേരിക്കക്കാര് സസ്യബുക്കാണോ മാംസബുക്കാണോ എന്ന് എനിക്കറിയില്ല. സെക്സ് ബുക്ക് കണ്ടുപിടിച്ചത് അവരാണെന്ന് എനിക്കറിയാം. ഓക്കെ, അവന്റെ വിവരം എന്താണെന്നുള്ളത് മനസ്സിലായി. എന്തായാലും ഞങ്ങളുടെ തട്ടുകടയിലേക്ക് പാചകത്തിനായി പോവുകയാണ്. ഏതാനും ചില കലാപരിപാടികൾക്ക് ശേഷം വീണ്ടും നിങ്ങളുടെ മുന്നിൽ പുതിയ ഐറ്റംസ് ആയിട്ടെത്തും. വീണ്ടും കാണാം. താങ്ക് യു. ചാനലുകൾ ഒത്തിരി ആയതോടുകൂടി ഇപ്പോൾ മിമിക്രി അംഗീകരിക്കുന്നൊരു കലയായി മാറിയിരിക്കുകയാണ്.
മിമിക്രിക്കാർ തമ്മിലുള്ള വിവാഹാലോചനകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീട്ടിൽ ഒരു മിമിക്രിക്കാരൻ്റെ ഒരു പെണ്ണ് കാണൽ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. ഈ ചടങ്ങിലേക്ക് നിങ്ങൾക്ക് ആർദവമായ സ്വാഗതം. ആ നമസ്കാരം ചേട്ടാ. ആ അതായത് ചേട്ടന്റെ മോളെ പെണ്ണ് കാണിക്കാൻ വേണ്ടി ഞാനേ ഒത്തിരി ചെക്കന്മാരോട് കൊണ്ടുവന്നു. 3 ചെക്കന്മാരെ കൊണ്ടുവന്ന് 3 ദിവസം ചേട്ടന്റെ വീട്ടിൽ നിന്ന് കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് പല പ്രയോജനം ഉണ്ടാ. അതുകൊണ്ടല്ലേ തനിക്ക് 3 എന്നുള്ള പേരിട്ടേക്കുന്നത്. ചേട്ടൻ ഒരു കേസ് ചോദിക്കട്ടെ. ഒരു എഞ്ചിനീയറെ കൊണ്ടു ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ല. ഒരു ബിസിനസ്മാനെ കൊണ്ടു ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ല. ഒരു ഡോക്ടറെ കൊണ്ടു ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ചേട്ടൻ ആരെ വേണം? എന്റെ മകളെ കെട്ടിക്കണമെങ്കിൽ ഒരു മിമിക്രിക്കാരൻ മതി. മിമിക്രിക്കാരനാ? സീസൺ കഴിഞ്ഞാൽ എന്റെ ജീവിതം ഒരു സീസണും അല്ല. മിമിക്രിക്കാരനാണെങ്കിൽ കുറച്ച് കഴിവുണ്ടെങ്കിൽ അവന് ചാനൽ എന്തെങ്കിലും പരിപാടി ചെയ്ത് ജീവിക്കാം. ഇനി അവനൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ അവനൊരു സിനിമാ താരമാവും. അതുകൊണ്ട് എന്റെ മകളെ കെട്ടിക്കണമെങ്കിൽ ഞാൻ മിമിക്രിക്കാരനെ കൊണ്ടേ കെട്ടിക്കൂ. അപ്പൊ എത്ര ശമ്പളമുള്ള ആളെ കൊണ്ടുവന്നാലും ചേട്ടൻ കെട്ടിക്കൂല. മിമിക്രിക്കാരനെ കൊണ്ടേ കെട്ടിക്കൂ. അതെ. അല്ല ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു സന്തോഷ വാർത്ത ഞാൻ പറയാം. എന്താണ്? ഒരു കിട്ടില്ല മിമിക്രിക്കാരനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളി മിമിക്രിക്കാരനാണ്. പിന്നെ അടിപൊളി മിമിക്രിക്കാരനല്ലേ? പേരെന്താണെന്നറിയാമോ? കലാപം രാജപ്പൻ. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നാ? ഇറങ്ങാനിരിക്കുന്ന സിനിമയിലെ നായകനല്ലേ? ആണ്. വിളിക്കട്ടെ. വീരശൂര പരാക്രമിയാണ്. വീരശൂര പരാക്രമി. ചേട്ടാ ദേ കിടക്കണ ഇടിവെട്ട് കലാകാരൻ ഇതാണ്. എങ്ങനെ? അല്ല ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് ചേട്ടൻ. അല്ല ഇവൻ മിമിക്രിക്കാരനാണെന്നുള്ള എന്താ തെളിവ്? എന്താണ്? ഉറപ്പായി മിമിക്രിക്കാരനാണെന്ന് ഉറപ്പായി. മൈക്ക് കണ്ടപ്പോ ഐസ്ക്രീം തിന്നണ പോലെ നക്കി തിന്നല്ലേ? മൈക്കിൽ ഇതേ കൈവശം കൊടുത്തേക്കണ്. കല്യാണം ഉറപ്പിക്കാൻ നിൽക്കട്ടെ. ഇവൻ മിമിക്രിക്കാരാണെന്ന് അറിയണമല്ലോ. ചെറുതാന്ന് പറഞ്ഞ എങ്ങനെ അങ്ങ് തള്ളിക്കളയണ്ട. ആറ്റം ബോംബ് വളരെ ചെറുതായിരിക്കും, പക്ഷെ അപാരമായ സ്ഫോടന ശേഷിയായിരിക്കും. ഓക്കെ അല്പം ഒന്ന് ഇങ്ങോട്ട് നീങ്ങിക്കോ. അവിടെ ഒരു ചൈനയിലെ വൻമതിൽ ഇപ്പൊ ഉണ്ട്. ആ സ്പീക്കറിന്റെ അടുത്ത് മാറിക്ക്. മൂന്നാനെ സ്റ്റേജ് ഒന്നും ഒരു സുഖമില്ലല്ലോ. അതായത് ഈ ചെക്കൻ മിമിക്രിക്കാരനാണല്ലോ. എന്ത് പറഞ്ഞാലും ഒരു മിമിക്രി ഭാഷ, ഒരു ടച്ച് വരും. ഈ സ്റ്റേജ് ഉദ്ദേശിച്ചത് ഈ പൊരയില്ലേ നമ്മുടെ വീടിനാണ് പറഞ്ഞത്. പഴകിയതാണല്ലോ. ഓ എല്ലാം മിമിക്രി സ്റ്റൈലിലേ പറയൂ. അതെ മോനെ പണി നടന്നുകൊണ്ടിരിക്കുക. ഉടനെ തന്നെ ഞങ്ങൾ ശരിയാക്കും. ഓക്കെ. അല്ല മിമിക്രിക്കാരനാന്നുള്ള തെളിവ് എന്താ ഉള്ളത്? എന്താ വേണം? എന്ത് തരും? എന്നാ വേണം? എന്ത് തരൂടോ? ഞാൻ എന്റെ മാസ്റ്റർ പീസ് സംഭവം എടുക്കാം. വേറൊന്നുമല്ല, ബലൂൺ പൊട്ടിയതിന് ശേഷമുള്ള കുമിള. അതിന്റെ ശബ്ദം താഴെടുക്കാൻ പോണു. അതങ്ങനെ എടുക്കാൻ പോണം. സ്വന്തം തൊണ്ടുണ്ട്. സ്വന്തം മുമ്പേ ഞാൻ പറഞ്ഞു കേട്ടോ. ബലൂൺ പൊട്ടിയതിന് ശേഷമുള്ളല്ലേ? ബലൂൺ പൊട്ടിയതിന് ശേഷമുള്ള കുമിള. പ്രിയമുള്ള ക്ലാസ്സുകളെ, ഞങ്ങളുടെ ചെറുക്കനൊക്കെ ബലൂൺ പൊട്ടിയതിന് ശേഷമുള്ള കുമിള ഉണ്ടാക്കി. അതിന് ശ്രീയില്ലേ? ബലൂൺ പൊട്ടിയ ശേഷമുള്ള കൊമള. ഓക്കെ നദി അണ്ണാക്കി പോവും കേട്ടോ. കണ്ട് കല്യാണം ഉറച്ചി. അവിടെ നോക്കട്ടെ. അതും പൊട്ടിച്ച്. ആദ്യത്തെ അനുഭവത്തിൽ നിന്ന് പഠിക്കണം മനുഷ്യൻ കേട്ടോ. എന്തായാലും ഇത് ആരും ചെയ്യാ. ഇനി എന്താണ്? ട്രെയിനിന്റെ സൗണ്ട് ഉണ്ട്. പിന്നെ അതല്ലേ മാസ്റ്റർ പീസ്. അടിപൊളിയുണ്ട്. ഇനി ഏതായാലും കല്യാണം നമുക്ക് ഉറപ്പിക്കാം. പിന്നെ അടിപൊളി പെണ്ണിനെ വിളിക്കട്ടെ. പ്രോഗ്രാം ഉറപ്പിച്ച സ്ഥിതിക്ക് ഐറ്റം കാണാം. ഞാൻ പറഞ്ഞില്ലേ, എന്ത് പറഞ്ഞാലും ഒരു മിമിക്രി ടച്ച് വരുന്നല്ലേ. പ്രോഗ്രാം ഉദ്ദേശിച്ചത് നമ്മുടെ സ്ത്രീധന കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചിട്ട് കല്യാണം ഉറപ്പിക്കാലോ എന്ന് പറഞ്ഞത്. എന്തായാലും ഐറ്റം കാണണ്ടേ? അയ്യോ ചേട്ടാ, ഐറ്റം എന്ന് വെച്ചാൽ മിമിക്രി. ഞാൻ പറഞ്ഞില്ലേ ഐറ്റം കൊച്ചു നമ്മുടെ പിള്ളേര്. മോളെ കണ്ടേ? എല്ലാം മിമിക്രി ഭാഷ പറയുള്ളൂ. മോളെ വാ. ഇതാണ് മോളെ വിളിച്ചിട്ട് വേലക്കാരികളോ മൂന്നാനേ. നല്ല അടിപൊളി ഐറ്റം. കുട്ടി നല്ലാണെന്ന് പറഞ്ഞാട്ടാ. ദൈവമേ വൃത്തിയും കാണിക്കോ. എന്റെ കമ്മീഷൻ പോയി. എന്താ കാണിച്ചത്? അല്ല വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു പെണ്ണിന്റെ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കിട്ട് വരണം. മോനെ എങ്ങനെയുണ്ട് ചുറ്റുപാട്? കുത്തമ്മീനാറിന് ഒരു റൗണ്ട് വെച്ച പോലെ ഉണ്ട്. ഇല്ല
അല്ലല്ല അവൻ തമാശക്കാരനാ മിമിക്രിക്കാരനാ അതാ മൂന്നാനെ ഞാനൊരു കാര്യം കാണിക്കും. ചേർച്ച ഉണ്ടോ ഇല്ലയോ എന്ന് പറയണം. ഇപ്പൊ പറയാം കേട്ടോ? അവസാനം അവിടെ ചെന്ന് ഞഞ്ഞാന്ന് പറയണം. കറക്റ്റ് ചേർച്ച പറയണം. എന്നാ വീസ എന്റെ പൊന്നെ. ഓ എന്റെ പൊന്നെ, എന്റെ ചെറുപ്പകാലം ഓർമ്മ തന്നെ. അതെന്താണ് ചെറുപ്പകാലം? മാവിന്റെ മുകളിൽ നിന്ന് മാങ്ങ വീണ് കിടക്കണ പോലെ. എന്തായാലും നമുക്ക് കല്യാണം നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അതെ, എന്തായാലും കല്യാണം ഉറപ്പിക്കുന്ന സ്ഥിതിക്ക് ചെറുതായിട്ടൊന്ന് ഇന്റർവ്യൂ ചെയ്തോട്ടെ. അത് വൃത്തികളല്ല ഇന്റർവ്യൂ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ചെക്കനും പിള്ളേരൊക്കെ ആണല്ലോ, എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവുമല്ലോ. നമുക്കാണ് മാറിക്കാം. പഴയ കാലമല്ലോ പുതിയല്ലോ, അവര് രണ്ടും പറഞ്ഞു നോട്ടെ. എനിക്ക് അച്ഛന്റെ അടുത്ത് നിന്നാ മതി. അവളെ ഞാൻ പുന്നാരിച്ച് വളർത്തിയതാ, വീട്ടില് തറവാട്ടിൽ വളർന്ന തറവാട്ടിൽ ജനിച്ച കുട്ടിയാ. അതല്ല, നിങ്ങൾ ഇങ്ങോട്ട് മാറിയില്ലേ? ഞങ്ങൾ ഇപ്പൊ ഇത് തറവാട്ടി പറഞ്ഞല്ല, പോത്തും കൂട്ടിൽ വളർന്നാണ്. എന്റെ ദൈവം. അപ്പൊ വേറെ കേസുണ്ട്, കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ എനിക്ക് എന്റെ കമ്മീഷൻ കിട്ടണം. എടാ കമ്മീഷന്റെ കാര്യത്തിൽ നീ പേടിക്കണ്ട. കമ്മീഷന് മുമ്പ് ശ്രീ ചേർക്കാണ്ടിരുന്നോ? അല്ല, ശ്രീ ചേർക്കൂല. പിന്നെ 1010 രൂപയാണ് ഞാനിപ്പോ ലീഡ് ചെയ്യുന്നത്. അതിന്റെ പേരിൽ നീ പേടിക്കണ്ട, നീ ഒന്നും എന്താ സംഭവിച്ചത്? ഇവള് നിസ്സാര കാര്യങ്ങൾ കണ്ടാ പേടിക്കില്ല. നീ എന്താ ഇവിടെ ചെയ്തത്? സത്യം പറ. എന്താ നീ ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞോളൂ. എന്താ ചെയ്തത്? ഞാൻ പറയാം. എന്തായാലും പ്രോഗ്രാം ഉറപ്പിച്ചല്ലോ. പ്രോഗ്രാമിന് മുമ്പ് ചെറുതായിട്ടൊന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കിയതാ.